ലോകത്തെ കോടിക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. ഈ സന്ധിവാതം കേൾക്കുമ്പോൾ പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇത് പ്രായമായവർക്ക് വരുന്നതാണ്. ഒരിക്കലും അല്ല. എല്ലാ പ്രായക്കാരും ആർത്രൈറ്റിസ് കാരണമല്ല സന്ധിവേദനയും സ്റ്റിഫ്നെസ്സും ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. ഫോർച്ചുനേറ്റ്ലി ആർത്രൈറ്റിസിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രീതി മെച്ചപ്പെടുത്താനുള്ള പല ഇന്നോവേറ്റീവ് വെൽനസ് പ്രോഗ്രാമുകളും ഇന്ന് ലഭ്യമാണ്. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങളും ചികിത്സാ രീതികളെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ കലൂരുള്ള മാന ഹെൽത്തിന്റെ ബ്രാഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ കൺസൾട്ടന്റ് റീഹാബിലിറ്റേഷനും പെയിൻ ഫിസിഷ്യനും ആയിട്ടുള്ള ഡോക്ടർ രാജേഷ് ബി നായരോട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാം. ശരിക്കും എന്താണ് ഡോക്ടർ ഈ ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ? ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. ആർത്രോ മീൻസ് ജോയിന്റ്സ്, ഐറ്റിസ് മീൻസ് നീർക്കെട്ട്. ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന നീർക്കെട്ടുകൾക്കെല്ലാം പൊതുവായിട്ട് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇതിൽ പല കാരണങ്ങൾ വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ വെച്ച് ആർത്രൈറ്റിസിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ മൂലമുള്ള ആർത്രൈറ്റിസ് ആണെങ്കിൽ ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇനി അതല്ല, ചില തരത്തിലുള്ള സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ജോയിൻ്റെ ഉള്ളിൽ ചില സാധനങ്ങൾ അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടാകുന്ന ആർത്രൈറ്റിസ് ആണെങ്കിൽ ക്രിസ്റ്റലൈൻ ആർത്രൈറ്റിസ് എന്ന് പറയും. ഇനിയിപ്പോൾ മറ്റു തരത്തിലുള്ള വാതരോഗങ്ങൾ അതുകൊണ്ട് മൂലമുള്ള ആർത്രൈറ്റിസ് ആണെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും. ഇങ്ങനെ ഓരോ കാരണങ്ങൾ വെച്ചും അതിൻ്റെ ആർത്രൈറ്റിസ് സ്വഭാവ വിശേഷണങ്ങൾ വെച്ചും ആർത്രൈറ്റിസിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്നും കൃത്യമായി കണ്ടെത്തുകയും അതിൻ്റെ കാരണം കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോന്നിൻ്റെയും ചികിത്സാ രീതികൾ ഓരോന്നാണ്. സോ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വാതരോഗം പലതരം ലക്ഷണങ്ങളുമായിട്ടാണ് രോഗിയിലൂടെ വരാറുള്ളത്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് 1 ജോയിന്റിനുള്ള വേദന, 2 ജോയിന്റിനുള്ള നീർക്കെട്ട്, 3 ജോയിന്റിനുള്ള സ്റ്റിഫ്നെസ്. വേദന എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടാവാം. 1 വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ജോയിന്റ് ഭയങ്കര വേദന. എന്നാൽ ചില കേസുകളിൽ ജോയിന്റ് കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നടക്കുകയോ അല്ലെങ്കിൽ കയറ്റം കയറുകയോ ഒക്കെ ചെയ്യുമ്പോൾ വേദന. ഈ 2 രീതിയിലും പ്രസന്റ് ചെയ്യാം. നീർക്കെട്ടും അതുപോലെ തന്നെയാണ്. ചില ആളുകളിൽ ജോലികളും അതുപോലെ നടത്തമൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നീർക്കെട്ടുണ്ടാവുള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല, റെസ്റ്റിലും നീർക്കെട്ടുണ്ടാവും. 3ാമത്തെ സ്റ്റിഫ്നെസ് ആണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുമ്പോഴാണ്. അതായത് കുറച്ച് നേരം എടുത്ത് ഇരുന്നിട്ട് നടന്ന് തുടങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് സ്റ്റിഫായിട്ട് വരും, അവർക്ക് ജോയിൻറ്റ് നിവരാൻ ബുദ്ധിമുട്ട് വരും. ഈ 3 ലക്ഷണങ്ങൾ ഇതിനെ ക്ലാസിക് ട്രയാഡ് ഓഫ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധമായിട്ട് മറ്റ് ലക്ഷണങ്ങൾ കണ്ടുവന്ന് വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ്, അതായത് അണുബാധ മൂലമുള്ള ആർത്രൈറ്റിസ് ആണെങ്കിൽ രോഗിക്ക് പനിയുണ്ടാകും, ആ ഭാഗത്തിന് ചൂട് വർദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ മറ്റ് പല അനുബന്ധ ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ കണ്ടുവന്ന് വരാം. എന്തൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വാതരോഗത്തെ അതിൻ്റെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പലതായി തിരിച്ചിട്ടുണ്ട്. അണുബാധ മൂലമുള്ള ആർത്രൈറ്റിസ്, അണുബാധ മൂലമുള്ള വാതരോഗമാണെങ്കിൽ അത് ഇൻഫെക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയും. സാധാരണയായി സ്റ്റാഫ് ഓറിയസ് വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകളാണ് ഇത്തരം അണുബാധകൾ ഉണ്ടാക്കാറ്. കൂടാതെ ക്ലമീഡിയ, ഗോണോകോക്കൈ തുടങ്ങിയ അണുക്കളെല്ലാം നമുക്ക് വാതരോഗം ഉണ്ടാക്കുന്ന അണുക്കളാണ്. നമ്മുടെ നാട്ടിൽ പലരും, എസ്പെഷ്യലി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചിക്കൻ ഗുനിയയുടെ ഒരു എപ്പിഡമിക് ഉണ്ടായിരുന്നു. ഈ ചിക്കൻ ഗുനിയ വന്ന് മാറിയ ആളുകൾക്ക് ഇവർക്ക് ജോയിൻറ്റുകളിൽ നീർക്കെട്ടും വേദനയൊക്കെ വർഷങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. അത്തരം റിയാക്റ്റീവ് ആർത്രൈറ്റിസുകളും അണുബാധയുടെ ഭാഗമായി, അണുബാധ കൊണ്ടല്ല അതിൻ്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. ഇതൊരു കാരണം. 2ാമത്തെ കാരണമാണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, അതായത് സന്ധിവാതം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ ജോയിൻറ്റുകൾക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലോഡിങ് കപ്പാസിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് 5 അടി ഉയരവും 50 കിലോ തൂക്കവും വേണ്ട ഒരാൾ, അയാളുടെ വെയിറ്റ് 50 കിലോയ്ക്ക് പകരം 80 കിലോ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഇവരുടെ ലോവർ ലിമ്പിൻ്റെ ജോയിൻറ്റുകളായ നീ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ് തുടങ്ങിയ എല്ലാം സാധാരണയിൽ കവിഞ്ഞുള്ള ഭാരമാണ് താങ്ങുന്നത്. ഇത്തരം ഭാരം താങ്ങൽ അതിന് ആക്സിലറേറ്റ് ആയിട്ടുള്ള ഒരു വിയർ ആൻഡ് ടയർ ഉണ്ടാക്കും, തേയ്മാനം ഉണ്ടാക്കും. ഈ തേയ്മാനം പടിപടിയായിട്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇത്തരം ആർത്രൈറ്റിസുകൾക്ക് നമ്മൾ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം എന്ന് പറയും. പിന്നെ ചില സിസ്റ്റമിക് ഡിസീസസ് ഉണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ ഓട്ടോഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ട ഡിസീസുകളായ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, നമ്മൾ ആമവാദം എന്ന് വിളിക്കുന്ന അസുഖം. അവിടെ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലെ സെല്ലുകൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ചില സെല്ലുകളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രക്രിയകൾ നമ്മുടെ ശരീരത്തിൽ തനിയെ നടക്കുകയാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ കാരണങ്ങൾ വെച്ച് വാദത്തെ ഓരോന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ വാതരോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഈ കാരണം കണ്ടെത്തലാണ് ചികിത്സയുടെ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.
അപ്പോൾ ഈ വാതരോഗം തുടക്കത്തിൽ തന്നെ ചികിത്സിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വാതരോഗം പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. തേയ്മാനം തുടങ്ങി ആ ഒരു നാളുകൾ മുതൽ ഈ വ്യക്തി ജീവിക്കുന്ന ഓരോ ദിവസവും തേയ്മാനം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ചികിത്സയും എന്ന പോലെ തന്നെ തുടക്കത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ തേയ്മാനം ചികിത്സയും വളരെ എളുപ്പമാണ്. പലപ്പോഴും ഈ തേയ്മാനം സംഭവിക്കുന്ന ജോയിൻറ്റുകൾക്ക് രൂപമാറ്റമൊക്കെ വന്നതിന് ശേഷം, അത് കാലുകളൊക്കെയാണ് ഇങ്ങനെ പോലെ വളയാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് പലപ്പോഴും ആളുകൾ ഹോസ്പിറ്റലുകളിൽ പോകുന്നത്. അതുവരെ വേദനയൊക്കെ അവർ ചെറിയ പെയിൻ കില്ലറുകൾ കഴിച്ചും ഒക്കെ അങ്ങ് മുന്നോട്ട് പോകും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകൾ വളരെ പരിമിതമാകും. ചിലപ്പോൾ സർജറി മാത്രമായിരിക്കും ഓപ്ഷൻ. മറ്റു തരത്തിലുള്ള ഒരു രീതിയിലും ഇതിനെ ചികിത്സിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഏർലി ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തേയ്മാനത്തിൻ്റെ വേഗതയെ മരുന്ന് കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും വെയിറ്റ് റിഡക്ഷൻ കൊണ്ടും ഡയറ്റ് പ്രോഗ്രാമുകൾ കൊണ്ടും ഒക്കെ ഈ തേയ്മാനത്തിൻ്റെ വേഗതയെ കുറച്ച് നിർത്താം. എന്ന് പറഞ്ഞാൽ തേയ്മാനം തുടങ്ങി അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്ന ആ സ്പീഡ് നോർമലി സംഭവിക്കുന്നതിൻ്റെ 4 ഇരട്ടി സമയം കൊണ്ടൊക്കെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിത ചക്രത്തിൽ, അതായത് ജീവിതകാലത്തിൽ ഈ ഒരു ആർത്രൈറ്റിസ് ഒരു ഭയങ്കര വലിയ പ്രോബ്ലമായി മാറാതിരിക്കാൻ സഹായിക്കും നമ്മൾ ഏർലി ആയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യുകയും ഏർലി ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ. സോ ഇങ്ങനെ ജോയിൻറ്റുകൾ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട്, സ്റ്റിഫ്നെസ് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ഇത് ഒരു വാതരോഗമാണോ, ആണെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ്, കാരണം എന്താണ്, അവസ്ഥ എന്താണ്, ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഇത് കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യുക തന്നെ വേണം. കാരണം പലപ്പോഴും ഇതൊരു പരിധി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് ദുഃഖിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ അടുത്തുള്ള ഈ ആർത്രൈറ്റിസ് വെൽനസ് പ്രോഗ്രാമിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മാന ഹെൽത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ ആർത്രൈറ്റിസ് വെൽനസ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആർത്രൈറ്റിസ് റീഹാബിലിറ്റേഷൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏതൊരു ചികിത്സയും ഏതൊരു രോഗവും ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ ചില ഘടകങ്ങൾ കൃത്യമായിട്ട് വേണം. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് രോഗനിർണയം എന്ന് പറയുന്ന കാര്യമാണ്. കൃത്യമായ ഹിസ്റ്ററി എടുക്കുക, കൃത്യമായ പരിശോധനകൾ ചെയ്യുക, കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യുക, അതുവഴി രോഗം കൃത്യമായി നിർണ്ണയിക്കപ്പെടണം. എന്നാൽ മാത്രമേ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരിക്കൽ രോഗം നിർണ്ണയിക്കപ്പെട്ടാൽ അതിൻ്റെ കൃത്യമായ ചികിത്സാ മാർഗങ്ങളെ, അതായത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം റിസൾട്ട്, അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ചികിത്സ ഏതാണെന്നും ഈ വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ ഏതാണെന്നും സെലക്ട് ചെയ്യപ്പെടണം. അതിനുശേഷം ആ ചികിത്സ കൃത്യമായ കാലയളവിൽ കൊടുക്കുകയും തുടർന്നുള്ള ഫോളോ അപ്പുകൾ, ഒരിക്കൽ ചികിത്സ തീർന്നു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം പാലിക്കേണ്ട കാര്യങ്ങൾ, ജീവിതചര്യകൾ, ഡയറ്റുകൾ, എക്സസൈസുകൾ, ഇതെല്ലാം അടങ്ങുമ്പോഴാണ് ഒരു ചികിത്സ കോംപ്രിഹെൻസീവ്, സമ്പൂർണ്ണമാകുന്നത്. അത്തരം സമ്പൂർണ്ണമായൊരു ചികിത്സയാണ് മാന ഹെൽത്തിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും കൊടുക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് സംഘം ഈ രോഗികളെ പരിശോധിക്കുകയും കൃത്യമായ രോഗനിർണയം നടത്തുകയും കൃത്യമായ മരുന്നുകളും കൃത്യമായ ടെസ്റ്റുകളും ഒക്കെ അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഫിസിയോതെറാപ്പി വിങ് ഇവർക്ക് വേണ്ട വ്യായാമങ്ങളും അതുപോലെ മറ്റ് മൊഡാലിറ്റീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഡയറ്ററി വിങ്, നമ്മുടെ ഡയറ്റീഷ്യൻസ്, അവരുടെ ആ ടീമായിരിക്കും ആഹാര നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സോ നമുക്കൊരു കംപ്ലീറ്റ് ടീം അപ്രോച്ചാണ് ഈ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. സോ ദ പേഷ്യൻറ്റ് വിൽ ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ്. അതാണ് ഈ ആർത്രൈറ്റിസ് വെൽനസ് പ്രോഗ്രാം ഇൻ മാന. തീർച്ചയായിട്ടും മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഈ പ്രോഗ്രാമിൽ വരുന്ന ചികിത്സകളും ചികിത്സാ മാർഗങ്ങളും ഒക്കെ എന്തൊക്കെയാണ്? ആർത്രൈറ്റിസ് വെൽനസ് പ്രോഗ്രാമിൽ ഒരിക്കൽ രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, റീജനറേറ്റീവ് തെറാപ്പി. റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഡാമേജുകൾ, പരിക്കുകളോ അല്ലെങ്കിൽ തേയ്മാനങ്ങളോ ഒക്കെ പരിഹരിക്കുന്ന ആ ഒരു കടമ നിർവഹിക്കുന്നത് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളാണ്. ഇത്തരം പ്ലേറ്റ്ലെറ്റുകളെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് എവിടെയാണോ തേയ്മാനം സംഭവിച്ച് ആ ജോയിൻറ്റുകൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഒറ്റ സിംഗിൾ ഡോസ് മതിയാകും, ചില കേസുകളിൽ 2 or 3 തവണ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരം ഇഞ്ചക്ഷനുകൾ വഴി വന്ന തേയ്മാനത്തെ ഒരു പരിധിവരെ പരിഹരിക്കുക. ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം പൾസ്ഡ് സിഗ്നൽ തെറാപ്പി പ്ലസ് ക്രയോതെറാപ്പി അടങ്ങുന്ന മൊഡാലിറ്റീസാണ്. പൾസ് സിഗ്നൽ തെറാപ്പി അഥവാ പൾസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ തേയ്മാനം വന്ന ജോയിൻറ്റിനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും ഒരു പർട്ടിക്കുലർ അവേഴ്സിലേക്ക് 1 മണിക്കൂർ ഒരു ദിവസം എന്ന രീതിയിൽ ഒരു 3 ആഴ്ചയോളം കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള തേയ്മാനം, അതായത് ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള കോശങ്ങളുടെ വിഘടന വേഗത വർദ്ധിക്കുകയും തേയ്മാനം സാവകാശം പരിഹരിക്കപ്പെടുകയും ചെയ്യും. ക്രയോതെറാപ്പി ജോയിൻറ്റിനെ കൂൾ ചെയ്യാനുള്ള, തണുപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ്. കൃത്യമായ അളവിലുള്ള തണുപ്പും ചൂടും മാറി മാറി ഒരു ജോയിൻറ്റിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ തണുപ്പ് മാത്രം കൊടുക്കുന്നതെല്ലാം
ജോയിൻറ്റിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വർദ്ധിപ്പിക്കും. അത് കോശങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ അവരുടെ നാച്ചുറൽ വെൽബീയിങ് കുറച്ചുകൂടെ നന്നായിട്ട് നടക്കും. അവരുടെ വിഘടന വേഗത വർദ്ധിക്കും, അതിൻ്റെ ന്യൂട്രീഷൻസ് പ്രോപ്പർ ആവും, സെൽസിൻ്റെ ലൈഫ് സ്പാൻ വർദ്ധിക്കും. സോ ഈ മൊഡാലിറ്റീസ് എല്ലാം നമ്മൾ ഈ റീജനറേറ്റീവ് തെറാപ്പിയുടെ കൂടെ കമ്പൈൻഡ് ആയിട്ട് കൊടുക്കുകയുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ എക്സസൈസുകളും ഡയറ്റും വെയിറ്റ് റിഡക്ഷൻ പ്രോഗ്രാമാണ്. ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞിരുന്നു, വണ്ണക്കുള്ള ഒരു വ്യക്തിയെ ചികിത്സിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് വളരെ മെലിഞ്ഞ ഒരാളെ ആർത്രൈറ്റിസിനായിട്ട് ചികിത്സിക്കുന്നത്. സോ ഈ മെക്കാനിക്കൽ ലോഡിങ് ഓരോ ജോയിൻറ്റിലുള്ള ഭാരം താങ്ങുന്നതിൻ്റെ ആ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ജോയിൻറ്റുകൾക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, അത്രയും വേദന ഉണ്ടാവില്ല. സോ ഈ ചികിത്സകളോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായ ഡയറ്റും വെയിറ്റ് റിഡക്ഷൻ പ്രോഗ്രാമും എക്സസൈസുകളും മസിലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എക്സസൈസുകളും കൃത്യമായ അനുപാതത്തിൽ കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോളോ അപ്പുകൾ. അതായത് ഒരിക്കൽ ഞാൻ പറഞ്ഞ തേയ്മാനം എന്ന് പറയുന്നത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന സുഖമാണ്. സോ കൃത്യമായ ഇടവേളകളിൽ ഇവരെ ഫോളോ അപ്പ് ചെയ്യുകയും ഇത്തരം ഡയറ്റും എക്സസൈസുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും മാത്രമല്ല ഇവർക്ക് എക്സാസിബേഷൻസ്, അതായത് വേദന കൂടി വരുന്ന അവസ്ഥകൾ കഴിവതും ഒഴിവാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ റിസൾട്ട് കാണാനായിട്ട് സാധാരണ എത്ര കാലം വരെയാണ് എടുക്കാറ്? ഈ ആർത്രൈറ്റിസ് വെൽനസ് പ്രോഗ്രാം എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് പല രീതിയിലാണ് കിട്ടുന്നത്. ഒന്ന്, വ്യക്തികളുടെ വേദന, ജോയിൻറ്റ് പെയിൻ കുറയുന്നു, സ്റ്റിഫ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നു, സ്റ്റിഫ്നെസ് പ്രോബ്ലം ഉണ്ടാകുന്നില്ല, നീർക്കെട്ട് കുറയുന്നു. ഇത്തരം വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരാൻ ഏകദേശം 6 ആഴ്ച മുതൽ 12 ആഴ്ച വരെ സമയമെടുക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് ചേഞ്ചുകൾ, അതായത് ബ്ലഡിലുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിൻ്റെ കുറയൽ, അല്ലെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ D3 പോലുള്ള സാധനങ്ങളുടെ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ അസ്ഥികളുടെ കട്ടിയിലുണ്ടാകുന്ന വ്യത്യാസം, ഇത്തരം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. മേ ബി 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ സമയമെടുക്കാറുണ്ട്. ഈ വെയിറ്റ് റിഡക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ അത് പിന്നെയും കുറച്ചുകൂടെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ഏകദേശം ഒരു 4 മാസം മുതൽ 8 മാസം വരെയൊക്കെയാണ് അതിന് സമയമെടുക്കാറ്. സോ ഓരോ രോഗികളും അവർ പ്രോഗ്രസ് ചെയ്യുന്നതും അവരിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതും ഓരോ രീതിയിലാണെങ്കിലും നമ്മളൊരു ആവറേജ് പറയുകയാണെങ്കിൽ ഏകദേശം 12 ആഴ്ച നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ കഴിയും. ഈ വാതരോഗം സാധാരണയായിട്ട് ഏതൊക്കെ ജോയിന്റുകളാണ് അഫക്റ്റ് ചെയ്യാറ്? വാതരോഗം ശരീരത്തിൻ്റെ ഒട്ടുമുക്കാൽ സന്ധികളെയും ബാധിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നീ ജോയിൻറ്റ് തന്നെയാണ്. ലോകത്തിലുള്ള തേയ്മാനങ്ങൾ ഏറ്റവും കൂടുതൽ നീ ജോയിൻറ്റിൽ കാണാനുള്ള കാരണം ഇതൊരു മെയിൻ വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റാണ്, വളരെയധികം മൊബിലിറ്റി വരുന്നൊരു ജോയിൻ്റാണ്. സോ ഈ ജോയിൻറ്റ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം 2 അസ്ഥികൾ വരുന്നുണ്ട്, അതിൻ്റെ നടുക്ക് കാർട്ടിലേജ് കവറിങ് വരുന്നുണ്ട്, പിന്നെ വാഷർ പോലെ മെനിസ്കസ് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. ഇതിൽ ഈ കാർട്ടിലേജ് കവറിങ്ങും മെനിസ്കസുമാണ് തേയ്മാനത്തിൽ ആദ്യം എഫക്റ്റഡ് ആകുന്നത്. ഇങ്ങനെ ഇത് രണ്ടും എഫക്റ്റഡ് ആയി കഴിയുമ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ സ്മൂത്ത്നെസ് പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. ജോയിൻ്റ് മുട്ട് മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങും, കിടുകിടുന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങും, മുട്ട് മടങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങും. കാരണം ഈ ഒരു വാഷറും ഈ ഒരു കാർട്ടിലേജ് കവറേജുമാണ് ഈ സ്മൂത്ത്നെസ് നൽകുന്നത്. സോ ഇത് നഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ആർത്രൈറ്റിസ് പലപ്പോഴും ആദ്യം കാണുന്നൊരു ചേഞ്ച്. മുട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടുപ്പുണ്ട്, നട്ടെല്ലിൻ്റെ ജോയിൻറ്റുകളുണ്ട്, അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഒട്ടുമുക്കാൽ ജോയിൻറ്റുകളെയും ആർത്രൈറ്റിസ് ബാധിക്കാറുണ്ട്. അവിടെയെല്ലാം വേദനയിൽ തുടങ്ങി പതുക്കെ നീർക്കെട്ടായി സ്റ്റിഫ്നെസ്സായി പലപ്പോഴും പെർമനൻറ്റ് ഡീഫോമിറ്റീസ് തന്നെ ആവാറുണ്ട്. ചിലരുടെ മുട്ടൊക്കെ ഒരു വശത്തേക്ക് തന്നെ വളഞ്ഞ് ഒക്കെ വരാറുണ്ട്. സോ അങ്ങനെ വരുന്നതിൻ്റെ ഇപ്പോൾ ഒരു പെർമനൻറ്റ് ഡീഫോമിറ്റി ആയി കഴിയുമ്പോഴാണ് അത്തരം വാതരോഗങ്ങൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തെറാപ്പി അല്ലെങ്കിൽ എക്സസൈസസിനൊക്കെ എന്തോരം പ്രാധാന്യമാണുള്ളത്? പഠനങ്ങൾ അനുശാസിക്കുന്നതനുസരിച്ച് നമ്മളൊരു ആർത്രൈറ്റിസിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചികിത്സ മാത്രം ചെയ്യാൻ അനുവാദമുള്ളൂ എങ്കിൽ ആ ചെയ്യേണ്ട ചികിത്സ വെയിറ്റ് റിഡക്ഷനാണ്. വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ആഹാര ക്രമീകരണം വരുന്നു, കൃത്യമായ എക്സസൈസുകൾ വരുന്നു. എക്സസൈസുകൾ വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല, ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം വന്ന ജോയിൻറ്റുകളിൽ സാധാരണ രീതിയിലുള്ള ഒരു ഭാരം താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ചുറ്റുമുള്ള മസിലുകളെ വേണ്ട രീതിയിൽ ബലപ്പെടുത്തുകയാണെങ്കിൽ ഈ ജോയിൻറ്റുകൾക്ക് താങ്ങേണ്ടി വരുന്ന ഭാരത്തിൻ്റെ ഒരു പങ്ക് ഈ മസിലുകൾ ഏറ്റെടുത്ത് ചെയ്തുകൊള്ളും. അപ്പോൾ ആ ജോയിൻറ്റുകൾക്ക് അല്പം ഒരു വിശ്രമം കിട്ടുകയും ജോയിൻറ്റുകൾക്ക് അത്രയും ഡാമേജിൻ്റെ പ്രോഗ്രഷൻ ഒന്ന് കുറയുകയും ചെയ്യും. സോ കൃത്യമായ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഈ ആർത്രൈറ്റിസിൻ്റെ ചികിത്സയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അത് ഈവൻ ആർത്രൈറ്റിസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഈ ജോയിൻ്റൊക്കെ വളഞ്ഞ് അത് അതിൻ്റെ
തേയ്മാനത്തിൻ്റെ പരിപൂർണതയിലെത്തുന്ന അവസ്ഥ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് പ്രധാനമായ ചികിത്സ, ജോയിൻറ്റിന് കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് ജോയിൻറ്റ് മാറ്റിവെക്കലാണ്. പക്ഷെ അങ്ങനെയുള്ള പേഷ്യൻസിനും ചുറ്റുമുള്ള മസിലുകൾക്കുള്ള സ്ട്രെങ്തനിങ്ങും വെയിറ്റ് റിഡക്ഷനും ഒക്കെ പ്രോപ്പർ ആയില്ലെങ്കിൽ ഈ മാറ്റിവെച്ച ജോയിൻറ്റ് എത്രമാത്രം ഫങ്ഷണലാവും എന്നുള്ളത് ക്വസ്റ്റ്യനബിളാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, പലരും ജോയിൻറ്റ് മാറ്റിവെച്ചതിന് ശേഷം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, വേദന പറയുന്നു. സോ അതിനുള്ള കാരണം കൃത്യമായ എക്സസൈസുകളും കൃത്യമായ അനുബന്ധ ചികിത്സകളും നടക്കാതെ പോകുന്നതുകൊണ്ടാണ്. സോ ഫിസിയോതെറാപ്പി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു ഡോക്ടർ. നമുക്ക് ആർത്രൈറ്റിസിനെ കുറിച്ചും അതിൻ്റെ വെൽനസ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആർത്രൈറ്റിസ് എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് ചികിത്സിക്കേണ്ടതെന്നൊക്കെ നമുക്കിപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നു. ഇതിൻ്റെ ചികിത്സാ രീതികളായിട്ടുള്ള പൾസ്ഡ് സിഗ്നൽ റിപ്പയർ തെറാപ്പിയും ക്രയോതെറാപ്പിയും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹലോ, ഇതെന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ഹായ്, ഇതാണ് പൾസ് സിഗ്നൽ തെറാപ്പി. ഇത് മെയിനായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ലിഗമെന്റ് ഇഞ്ചുറി, മസിൽ ഇഞ്ചുറി അങ്ങനെയുള്ള ഇഞ്ചുറി റിലേറ്റഡ് കണ്ടീഷൻസിനാണ് കൊടുക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്? പെയിൻഫുൾ ആണോ? ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് പെയിൻഫുൾ ഒന്നുമല്ല. അതുപോലെ ഇത് ബോഡിയുടെ തന്നെയുള്ള ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. അത് കുറച്ച് അധികമായിട്ട് മെഷീൻ വഴി നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ അതുകൊണ്ട് സൈഡ് എഫക്റ്റും ഇല്ല. ഇത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും അല്ല. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് കാണിക്കാമോ? കാണിക്കാം. ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് നമ്മൾ മുട്ടിന് തേയ്മാനത്തിനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇതാണ് ഇലക്ട്രോഡ് പാഡ്. നമ്മളത് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് അടിഭാഗത്തൂടെ ടൈ ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അനങ്ങാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ടിഷ്യൂവിൻ്റെ ഹീലിങ്ങിനെയാണ് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാതരം ഇഞ്ചുറി കേസസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെനിസ്കൽ ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ ഇപ്പം നീർക്കെട്ട് ഉള്ള അവസ്ഥകൾ, അതുപോലെ ഇപ്പം ലിഗമെന്റ് ഇഞ്ചുറി, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കബിൾ ആണ്. അപ്പം ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ളൊരു ഇത് ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം ഒത്തിരി കട്ടിയായ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മളത് എക്സ്പോസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ ആർത്രൈറ്റിസിന് പൊതുവേ ഈ പൾസ് സിഗ്നൽ തെറാപ്പി മാത്രമാണോ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത്? ആർത്രൈറ്റിസിന് നമ്മൾ പൾസ് സിഗ്നൽ തെറാപ്പി എന്ന് പറയുന്നത് ആ ഒരു അകത്തെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ പൊതുവെ പേഷ്യൻസിന് നീരും വേദനയും ഒക്കെ ഉണ്ടാവും. സോ വേദന കുറയ്ക്കാനുള്ള നോർമൽ ആയിട്ടുള്ള ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസ് നമ്മൾ കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി, ESWT എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ക്രയോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. അത് നമുക്ക് ക്രയോതെറാപ്പി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇതൊരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കേസാണ്. അപ്പം നമ്മൾ ആർത്രൈറ്റിസിൻ്റെ PST ട്രീറ്റ്മെൻറ്റ്, ഇലക്ട്രോതെറാപ്പി, ESWT ട്രീറ്റ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മെയിനായിട്ടും തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നീർക്കെട്ടൊക്കെ ഉള്ള കണ്ടീഷൻസിൽ നമുക്കിത് നല്ല എഫക്റ്റീവാണ്. പൊതുവേ പേഷ്യൻസിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. സോ നല്ല വേദനയൊക്കെ ആയിട്ട് നീരൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആർത്രൈറ്റിസുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ സന്ധിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രോഗ്രാം ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സൊല്യൂഷൻ ആയിരിക്കും. നമ്മുടെ മാന ഹെൽത്തിൻ്റെ ലൊക്കേഷൻസ് വരുന്നത് പെരിന്തൽമണ്ണ, കാലിക്കറ്റ്, ആലുവ ആൻഡ് കൊച്ചിയിലാണ്. നിങ്ങളോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലോ ഈ പ്രശ്നമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സമീപിക്കുക.